മനുഷ്യന്റെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുക്കാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അന്നത്തെ റോമൻ ഗവൺമെന്റിന്റെ അധികാരിയായ പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കുകയാണ്. യേശുവിന്റെ മേൽ എഴുതിയ കുറ്റപത്രങ്ങൾ ഒന്നൊന്നായി പീലാത്തോസ് വായിച്ചു നോക്കി. യേശുവിന്റെ മേൽ വിധി പറയുവാൻ വേണ്ടി പീലാത്തോസ് വിധി പറഞ്ഞത് ഇപ്രകാരമാണ്: യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല, യേശു നീതിമാനാണ്. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, പീലാത്തോസ് വിധി പറഞ്ഞു, യേശു നീതിമാനാണ്. എന്നിട്ടും വെള്ളമെടുത്ത് കൈ കഴുകിയിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, യേശുവിനെ കൊണ്ടുപോയി ക്രൂശിക്കാം. റോമൻ ഗവൺമെന്റിന്റെ നിയമപ്രകാരം ഒരു മനുഷ്യനെ വിസ്തരിച്ചിട്ട് അവനിൽ ഒരു കുറ്റവുമില്ല, തെറ്റുമില്ല എന്ന് മനസ്സിലാക്കിയാൽ അവനെ നിർദാക്ഷിണ്യം വിട്ടയക്കണമെന്നാണ് അന്നത്തെ റോമൻ ഗവൺമെന്റിന്റെ നിയമം. പക്ഷേ യേശുവിനെ വിസ്തരിച്ചു, യേശുവിൽ ഒരു കുറ്റവുമില്ല, തെറ്റുമില്ല എന്ന് വിധി പറഞ്ഞിട്ടും യേശുവിനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് പാപമില്ലാത്ത പരിശുദ്ധനായ നിഷ്കളങ്കനായ ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പ്രവാചകൻ പ്രവചിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്: നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേലായി, നമ്മുടെ പാപങ്ങളെ യേശുവിന്റെ മേൽ ചുമത്തി, നമ്മുടെ അകൃത്യങ്ങളെ യേശുവിന്റെ മേൽ ചുമത്തി. അതേ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നമ്മുടെ പാപത്തിന്റെയും ശാപത്തിന്റെയും ശിക്ഷ ആദാമി കുലത്തിലൂടെ മനുഷ്യവർഗത്തിന്മേൽ വന്ന സകല പാപത്തിന്റെ ശിക്ഷയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിലേറ്റ് മരണം വരിക്കുവാൻ എത്തുന്നത്. യേശുവിന്റെ ക്രൂശ് മരണം നോക്കിക്കേ. തന്റെ തലയിൽ മുൾക്കിരീടം അണിയിക്കപ്പെട്ടവനായി, തന്റെ കൈകളും കാലുകളും ക്രൂശിനോട് ചേർത്ത് വെച്ച് കാരിരുമ്പ് കാണികളാൽ തറയ്ക്കപ്പെട്ടവനായി, ക്രൂരനായ പടയാളി യേശുവിന്റെ ഹൃദയം കുന്തമുനകളാൽ ആഴത്തിൽ കൊട്ടിമുറിവേൽപ്പിച്ചു. തന്റെ പുറമെല്ലാം മുഴുവജാലുകൾ പോലെ നീളത്തിൽ കീറുവാനിടയായി തുറന്നു. അങ്ങനെ മാനവകുലത്തിന്റെ സകല പാപത്തിന്റെ ശിക്ഷ യേശു കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ ഒരു ശാപമരണമായി ക്രൂശിക്കപ്പെടുവാൻ ഇടയായി തുറന്നു. യേശുവിന്റെ ക്രൂശീകരണം മാനവകുലത്തിന്റെ പാപത്തിനു വേണ്ടിയായിരുന്നു. അങ്ങനെ യേശുവിന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തം വരെയും ആദാമ്യ പാപത്തിലൂടെ മനുഷ്യവർഗത്തിന്മേൽ പതിക്കപ്പെട്ട പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി നിർദോഷമായ, നിഷ്കളങ്കമായ, പുണ്യാകമായ, പാപമില്ലാത്ത പരിശുദ്ധ രക്തം യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്കായി ഒഴുക്കി തന്നു. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഇന്ന് മനുഷ്യന് സമാധാനം പ്രാപിപ്പാൻ, മോക്ഷം പ്രാപിപ്പാൻ, രക്ഷ പ്രാപിപ്പാൻ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഈ ഉലകത്തിൽ മനുഷ്യനെ വീണ്ടെടുക്കാൻ, മനുഷ്യനെ രക്ഷിപ്പാൻ, മനുഷ്യനെ പാപമോചനം കൊടുപ്പാൻ കഴിയുന്ന ഒരു നാമമുണ്ടെങ്കിൽ അതേക സത്യദൈവമായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏതൊരു മനുഷ്യനും പാപമോക്ഷം ലഭിപ്പാൻ, സമാധാനം പ്രാപിപ്പാൻ, രക്ഷ നേടുവാൻ ഏക രക്ഷാമാർഗമായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അതുകൊണ്ട്